വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. Mutasha! Help! Mutasha, help! Help, Mutasha! Mutasha, help! Mutasha! രുദ്ര, നീ എവിടെയാ ഉള്ളത്? രുദ്ര, രുദ്ര. അല്ല, ഇതെന്താ? ഈ പെയിന്റിംഗ് എവിടുന്നാ വന്നത്? Mutasha! രുദ്ര, നീ എങ്ങനെയാ പെയിന്റിങ്ങിനകത്തേക്ക് ചെന്നത്? മുത്തശ്ശ, വേഗം എന്നെ പുറത്തെടുക്ക്. എനിക്ക് പുറത്തേക്ക് വരണം. ഞാൻ നിങ്ങളുടെ ഗിഫ്റ്റ് നോക്കായിരുന്നു. ഇത് ചുമരിൽ ഫിക്സ് ചെയ്തു, എന്നിട്ട് കുടുങ്ങിപ്പോയി. ഇത് അടി ചതിയാണ്. മുത്തശ്ശ, എന്നെ ഒന്ന് വേഗം പുറത്തേക്ക് എടുക്കൂ. മുത്തശ്ശ. രുദ്ര, എന്താ ചെയ്യുന്നത്? വിട്, വിട്. ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ട് പേടിക്കുക. ഞാനാണ് ഷക്കാ. ഹാപ്പി ബർത്ത്ഡേ ജയ്സിംഗ് ചൗഹാൻ. ഹാപ്പി ബർത്ത്ഡേ ജയ്സിംഗ് ചൗഹാൻ. മുത്തശ്ശ, മുത്തശ്ശ. എന്ത് പറ്റി രുദ്ര? ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. മുത്തശ്ശൻ നിലവിളിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടതാണ്. ആ, ഞാൻ ചെന്ന് അദ്ദേഹത്തിന്റെ റൂം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. മുത്തശ്ശ, അദ്ദേഹം റൂമിനകത്ത് ഇല്ല. അല്ല, ഇതെന്താ? രുദ്ര, ഇവിടെ നോക്ക്. മുത്തശ്ശന്റെ ഒരു ഷൂ ഇവിടെ കിടപ്പുണ്ട്. ഒരു ഷൂ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ രണ്ടാമത്തത് എവിടെയാ? മുത്തശ്ശന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. രുദ്ര, ഇത് കണ്ടോ? പെയിന്റിങ്ങിന്റെ ഉള്ളിൽ മുത്തശ്ശന്റെ മറ്റൊരു ഷൂ കാണാൻ കഴിയുന്നു. ഏതാ ഈ പെയിന്റിംഗ്? എങ്ങനെ ഇവിടെ വന്നത്? മുത്തശ്ശന്റെ ഷൂ പെയിന്റിംഗിൽ എങ്ങനെ വന്നത്? ഇത് മാജിക്കൽ ആണ്. മുത്തശ്ശൻ കാണാതെ പോയതിനും ഇതിനും എന്തോ കണക്ഷൻ ഉണ്ട്. രുദ്ര, അപ്പൂപ്പനെ തേടുകയാണോ? അദ്ദേഹത്തെ നിനക്കിപ്പോ കണ്ടെത്താൻ പറ്റില്ല. കാരണം അദ്ദേഹം എന്റെ പെയിന്റിങ്ങിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആരൊക്കെ ഞാൻ എന്റെ മാജിക്കൽ പെയിന്റിങ്സിൽ അറസ്റ്റ് ചെയ്ത് വെക്കുന്നുവോ അവന്റെ എല്ലാ മാജിക്കൽ പവേഴ്സും ടോട്ടലി അവസാനിച്ചിരിക്കും. ബൈ രുദ്ര. തേടി കണ്ടെത്താൻ പറ്റുമെങ്കിൽ നിന്റെ അപ്പൂപ്പനെ തേടി കണ്ടെത്തിക്കോ. ഇവിടെയുണ്ട് മാജിക്കൽ പെയിന്റിങ്ങിന്റെ ബുക്ക്. മാജിക്കൽ പെയിന്റിങ്സിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. താങ്ക് യു അലാസാർ സർ. Ibaiska sakum pushtum. Let's go. നിക്ക്, വേഗം അത് പിടിക്കാം. ചന്തർ മന്തർ കാലികളന്തു മൈര, നീ പിടിക്കേണ്ടത് ആ ബാറ്റിനെയാണ്, എന്നെയല്ല. ഈ സോകയ്ക്ക് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഒന്നും പറ്റില്ല. നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ല. ആ ബുക്ക് പോലും നിനക്ക് എടുത്തോണ്ട് വരാൻ പറ്റിയില്ല അല്ലേ? പ്രശ്നമൊന്നുമില്ല രുദ്ര. ആ ബുക്കിൽ നിന്നും നീ എന്ത് വേണമെങ്കിലും വായിച്ചോ.
പക്ഷേ ജയ് സിംഗിനെ ഒരിക്കലും റിലീസ് ചെയ്യാൻ പറ്റില്ല. അകീറ സകീറ ബസൂക്ക ഓ. ഈ ഒരു കാര്യം രുദ്രയ്ക്ക് പോലും അറിയില്ല. അവന്റെ അപ്പൂപ്പൻ ഏത് പെയിന്റിങ്ങിലാണ് കുടുങ്ങി കിടക്കുന്നതെന്ന കാര്യം അവൻ വരും, തീർച്ചയായും ഇങ്ങോട്ട് വരും. പക്ഷേ അവൻ ഇവിടെ ഒരു ഷോക്ക് കിട്ടും. ഷോക്ക്. ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇവിടെ 3 പെയിന്റിങ്സ് ആണല്ലോ ഇരിക്കുന്നത്. ഓഹോ, മുത്തശ്ശൻ ഇതിൽ ഏതിലാ ഇരിക്കുന്നത്? വന്നുവല്ലേ രുദ്ര? എനിക്കറിയാം നീ തീർച്ചയായും ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സംശയം വളരെ ശരിയാണ്. നിന്റെ അപ്പൂപ്പൻ ഒരു പെയിന്റിങ്ങിനകത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ അയാളുടെ കയ്യിൽ മാജിക് പവേഴ്സ് ഒന്നുമില്ല. അയാളിപ്പോൾ ശരിക്കും ഹെൽപ്ലെസ് ആണ്. പക്ഷെ നിനക്ക് അയാളെ സഹായിക്കാൻ അങ്ങോട്ട് ഇറങ്ങി പോകാനും പറ്റില്ല. ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. പെയിന്റിങ് അപ്രത്യക്ഷമായി പോയല്ലോ. എനിക്കറിയാം നീ എന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് വരാത്തത്. ശരി, ഓക്കെ, ഒരു കടങ്കഥ ഞാൻ നിന്നോട് ചോദിക്കാം. ഈ കടങ്കഥ നീ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നിന്റെ അപ്പൂപ്പന്റെ അടുത്ത് ചെന്നെത്താൻ പറ്റും. പക്ഷേ അത് ശരിക്കും അവിടെ ഇല്ല. ജീവനോട് നടക്കും, പക്ഷേ അത് ജീവനോട് അവിടെ ഇല്ല. നടക്കാൻ പറ്റും, പക്ഷേ പറക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണ് കടന്ന് അങ്ങോട്ട് പോകുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് എങ്ങനത്തെ കടങ്കഥയാ? ഇവിടുന്ന് പൊക്കോ, തേടി കണ്ടെത്ത. നിങ്ങളുടെ കയ്യിൽ നാളെ വൈകുന്നേരം വരെ മാത്രമേ സമയമുള്ളൂ. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിന്റെ അപ്പൂപ്പനെ തേടി കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. വേഗം വരൂ. മാജിക്കൽ ബുക്കിൽ എഴുതിരുന്നത് ഈ പെയിന്റിങ്സ് മാജിക്കൽ മൗണ്ടെയിനിലാണ് സുരക്ഷിതമായി ഇരിക്കുമെന്ന്. പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ചില ദിവസങ്ങളിൽ തകർന്നു പോകുന്നു എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ മൗണ്ടൻ കണ്ടെത്തണം. പെയിന്റിംഗ് അവിടെ തന്നെ ഉണ്ടാവും. അവിടെ നോക്ക്, അതാണ് മാജിക്കൽ മൗണ്ടെയിൻ. ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇതൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് പേടി തോന്നുന്നുണ്ട്. നമ്മൾ ഈ വാലിയുടെ അക്കരയ്ക്ക് എങ്ങനെയാ ചെല്ലുന്നത്? കോറ്റോഞ്ഞു വിഷുകയാണ്. നമുക്ക് പറന്ന് ഈ വാലി കടക്കാൻ കഴിയില്ല. ഷാക്കാളി കടങ്കഥയിൽ ഒരു കാര്യം പറഞ്ഞതാ, പോയേ പറ്റൂ പക്ഷെ പറക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം നമ്മൾ നടന്നു തന്നെ പോകണം, പറക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എങ്ങനെ നടന്നു പോകുന്നത്? ഇവിടെ നടുക്ക് വാലിയാണല്ലോ. ആ കടങ്കഥയില് കാണാൻ പറ്റില്ല, പക്ഷെ അവിടെ ഒരു സാധനമുണ്ട്. കടന്നു പോയാലും നമുക്കൊന്നും അറിയില്ലെന്നല്ലേ പറഞ്ഞത്. കടന്നു പോകണമെന്ന് പറഞ്ഞാൽ ഏത് വഴിക്കാ ക്രോസ് ചെയ്ത് പോകുന്നത്? ഇവിടെ അതിന് നദിയൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ കിടക്കുന്നത്? നമുക്ക് ഈ വാലി ഒന്ന് കടന്നു പോകണം. കടങ്കഥയില് കാണാൻ പറ്റില്ല, പക്ഷെ അത് ഉണ്ടാവും പറഞ്ഞു. അങ്ങോട്ട് പോകാൻ ഒരു വഴി ഉണ്ടാവും, പക്ഷെ അത് കാണാൻ കഴിയില്ല. ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാം.
ചേടാ ഇതുപോലത്തെ പ്രശ്നമായല്ലോ. അവിടെ ഒരു വഴിയില്ലെന്നാ തോന്നുന്നേ. കണ്ടോ, എല്ലാ കല്ലും താഴെ ചെന്ന് വീണിട്ടുണ്ട്. ഒരു മിനിറ്റ്, കടങ്കഥ ഒന്ന് ശരിക്കും കേൾക്ക്. കാണാൻ പറ്റില്ല, പക്ഷെ അത് അവിടെ ഉണ്ടാവും. ജീവനോടെ ഇറങ്ങി ചെന്നാൽ ജീവനോടെ നമ്മൾ മുങ്ങിപ്പോവും. മനസ്സിലായില്ലേ? ജീവനോടെ നടന്നു പോയാൽ ജീവനോടെ നമ്മൾ അവിടെ മുങ്ങിപ്പോവും. അതായത് ജീവനോടെ എന്തൊക്കെയുണ്ടോ അതിന് ഈ വഴിയിലൂടെ പോവാൻ പറ്റും. അതായത് ജീവനില്ലാത്ത സാധനം, ഉദാഹരണത്തിന് കല്ല്, അത് മുങ്ങിപ്പോവും. കറക്റ്റ് ആണ് മൈറ, നമുക്ക് പോവാൻ പറ്റും, പക്ഷേ കാണാൻ പറ്റില്ല. എന്നാലും അവിടെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഏതൊരു തടാകം ഇവിടെ ഉണ്ടെന്ന്, പക്ഷെ കാണാൻ കഴിയില്ല. നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം. എന്ത് വിശ്വാസമോ? ആരെ വിശ്വസിക്കാനാ? ഇല്ല ഇല്ല, ഞാൻ ഒരു അടി പോലും മുന്നോട്ട് വെക്കില്ല. ഇല്ല, ഞാൻ പോവാണ്. മുത്തശ്ശനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പറ്റുന്നില്ല. ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. രുദ്ര, ഞങ്ങൾ ഇവിടെയുണ്ട്. രുദ്ര, അത് വരുണിന്റെ ശബ്ദമാണ്. എന്നെ വിടാനല്ല പറഞ്ഞത്. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു വരുൺ. ചേടാ ഇതുപോലത്തെ പ്രശ്നമായല്ലോ. എന്താ അവിടെ നടക്കുന്നത്? രുദ്ര, താങ്ക് ഗോഡ് നീ എത്തി. രുദ്ര എന്നെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ബേറിൽ നിന്ന് അവരെ രക്ഷിച്ചേനെ. നീ എന്നെ സഹായിക്കണ്ട മൈറ. നീ ഒരു പ്രാവശ്യം സഹായിച്ചതിലാ എനിക്ക് ഈ ഗതി വന്നത്. ഇത്രയും വലിയ കാട്ടിൽ നമ്മൾ മുത്തശ്ശനെ എങ്ങനെയാ തേടി കണ്ടെത്തുക? ഓഹോ, ഈ ഹണിബീസ് എവിടുന്നാ വന്നത്? നമ്മുടെ മാജിക് പവേഴ്സ് ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. മൈറ, ഈ ഹണിബി എന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തൊരു ശല്യമാ. നീ പേടിക്കല്ലേ വരും, ഞാൻ ഇപ്പൊ തന്നെ അതിന് വക വരുത്താം. മൈറോ, നീ എന്റെ കഥ കഴിച്ചേ മതിയാവുള്ളൂ അല്ലേ? നീ ഷക്കാലിനെ സഹായിക്കുകയാണോ? ആരാ എന്റെ മേലത്ത് ഇങ്ങനെ നക്കുന്നത്? ഞാനല്ലേ നോക്കുന്നത്, നീ തന്നെ നോക്ക്. മമ്മേ, സഹായിക്കണേ. ഈ കരടിയെ ഞാനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. കൊറേ നേരായിട്ട് എന്നെ നക്കി നക്കി കൊല്ലാണേ. രുദ്ര, നിന്റെ കയ്യിൽ മാത്രം എങ്ങനെ മാജിക് പവർ ഉള്ളത്? ഞങ്ങളുടെ മാജിക് പവേഴ്സ് വർക്ക് ആവുന്നില്ല. ഞാൻ സ്വയം പെയിന്റിന്റെ അകത്ത് വന്നതാ. ശക്കലല്ല ഇതിനകത്ത് കൊണ്ടുവന്നത്. രുദ്ര, മേളിലോട്ട് നോക്ക്. വരുൺ ഇങ്ങോട്ട് പോയത്? ഞാൻ ഇവിടെ കുടുങ്ങിയിരിക്കുക. എന്നെ വീട്. എന്നെ വെച്ച് അതിനങ്ങനെ റേസ് കളിക്കുന്നത്. രുദ്ര, ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ മൊത്തം അന്വേഷിച്ചു കഴിഞ്ഞു. മുത്തശ്ശൻ ഇവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് പെയിന്റിംഗിൽ കാണും. ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ നീ എന്തിനാടാ 3 പ്രാവശ്യം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്?
ഇത്തവണ ഷാക്കോൾ അത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നമ്മുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയണമെന്ന് അദ്ദേഹം ആലോചിച്ചതായിരിക്കും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശ മുത്തശ്ശ മുത്തശ്ശ, മുത്തശ്ശ. ഇത് കണ്ടോ, മുത്തശ്ശന്റെ ഷൂ. മുത്തശ്ശൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും. മുത്തശ്ശ ഞാനിവിടെ ഉണ്ട്. രുദ്ര, രുദ്ര, നീ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. പക്ഷെ നിന്റെ കയ്യിൽ എങ്ങനെയാ മാജിക് പവേഴ്സ് ഉള്ളത്? എന്റെ മാജിക് പവർ ഒക്കെ എന്റെ കൈവിട്ട് പോയി. കാരണം ഞാൻ സ്വയം ഈ പെയിന്റിന്റെ അകത്ത് വന്നതാ. ഷക്കലിനെ അറസ്റ്റ് ചെയ്തതല്ല. രുദ്ര, ചേട്ടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. മുത്തശ്ശൻ നമ്മളിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ. ഇനി ഈ കളി കാണാൻ നല്ല രസമായിരിക്കും. ആ കാണുന്ന മുതലുകളിൽ രുദ്രയുടെ മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്കൗട്ട് ആവില്ല. രുദ്രയ്ക്ക് അതിന് കൊല്ലാനും ആവില്ല. വേഗം പോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇനിയിപ്പോ പെയിന്റിങ്ങിൽ നിന്ന് എങ്ങനെയാ നമ്മൾ പുറത്തേക്ക് പോകുന്നത്? അത് നമുക്കറിയില്ല. എന്നാ പിന്നെ സൂര്യൻ അസ്തമിക്കുമ്പോ നമ്മുടെ കഥ തീരുമെന്നാ തോന്നുന്നേ. നമ്മുടെ കഥ തീർന്നു എന്നാ തോന്നുന്നേ. രുദ്ര, നീ പെയിന്റിങ്ങിനകത്തേക്ക് വന്നില്ലേ? അപ്പൊ ആ പെയിന്റിംഗ് എവിടെയായിരുന്നു? മാജിക്കൽ മൗണ്ടനിലുള്ള കേവിലായിരുന്നു. കടങ്കഥയുടെ ഉത്തരം കടങ്കഥയിൽ തന്നെ ഉണ്ടായിരിക്കും. അതിന്റെ അർത്ഥം പുറത്തേക്ക് പോകാനുള്ള വഴി ആ കേവിനകത്ത് തന്നെ ഉണ്ടെന്നാണോ? അതെ, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ക്രോക്കഡൈൽ ഗോൾ കീപ്പറായി അവിടെ ഇരിക്കുകയായിരുന്നു.
ഓ, ഉവ്വ. ഉവ്വ. രുദ്ര, സൂര്യൻ അസ്തമിക്കാറായി. ഷാക്കാൽ, ഞാൻ നിന്റെ കൂടെ ഒരിക്കലും ഏറ്റുമുട്ടാൻ ശ്രമിച്ചതല്ല. നീ കോൾ സിറ്റിയിൽ സുരക്ഷിതമായിരുന്നു, ഞാൻ എന്റെ സൺ സിറ്റിയിൽ ഇരുന്നോളാം. പക്ഷെ ഇനി നീ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ അത് ശരിയായിന്ന് വരില്ല. ഞാൻ മാജിക്, ഞാൻ മായാജാലം. ഷാക്കാലിനെ വകവരുത്തുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബൈ ബൈ, ഞാൻ വീണ്ടും വരും. സോഗ, നീ ചെന്ന് ഫൈറ്റ് ചെയ്യ. ഞാനിതിൽ കുടുങ്ങിയ എന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് അതൊന്നും പറ്റില്ല. മുങ്ങിക്കളയാം. താങ്ക് യു രുദ്ര. നീ ഉള്ളതുവരെ ഞാൻ ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. പെയിന്റിങ്ങിനകത്തുള്ളപ്പോഴും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു നീ തീർച്ചയായിട്ടും വരുമെന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.